Welcome to my today's recipe. അപ്പം ഈ ക്യാരറ്റ് പൂരിക്ക് വേണ്ടി 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ റവ ഇതിലേക്ക് ചേർക്കുകയാണ്. ഈ പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 കപ്പ് ക്ലീൻ ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആണ് എടുക്കുന്നത്. ഈ ക്യാരറ്റ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ക്യാരറ്റ് അധികം കനം കുറച്ചല്ല കട്ട് ചെയ്തത്. എന്തായാലും ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായി ക്രഷ് ചെയ്യും. കണ്ടോ, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം. അത് അരച്ചെടുക്കാൻ ആവശ്യമായ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഒരുപാട് ലൂസായി പോകരുത്, കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെയാണ് വേണ്ടത്. ഈ പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇപ്പോൾ വെളിച്ചെണ്ണയാണ്. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു കട്ടിയായിട്ടുള്ള പേസ്റ്റ് ആയിട്ട് തന്നെ വേണം. ഇനി ഈ ക്യാരറ്റും ഈ പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ സമയത്ത് എക്സ്ട്രാ വെള്ളം ചേർക്കണ്ട. ഈ ക്യാരറ്റിൽ അരച്ചെടുക്കുമ്പോൾ 3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തതാണ്. അതുകൊണ്ട് ആദ്യം ഈ ക്യാരറ്റ് അരച്ചതും ഈ ഗോതമ്പ് പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ക്യാരറ്റ് മാത്രമല്ല, ഇതുപോലെ തന്നെ ബീറ്റ്റൂട്ട് വെച്ചും പൂരി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ക്യാരറ്റ് പൂരിയും ബീറ്റ്റൂട്ട് പൂരിയും ഒക്കെ ഉണ്ടാക്കുമ്പോഴും ക്യാരറ്റിൻ്റെയും ബീറ്റ്റൂട്ടിൻ്റെയും ഒക്കെ ഒരുപാട് ടേസ്റ്റ് ഒന്നും അങ്ങനെ പൂരിയിലേക്ക് വരാറില്ല. അതുകൊണ്ട് തന്നെ ക്യാരറ്റിൻ്റെയും ബീറ്റ്റൂട്ടിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കഴിച്ചു നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇപ്പോൾ ഈ ക്യാരറ്റൊക്കെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. മാവ് കുഴച്ചെടുക്കാൻ ആവശ്യത്തിന് കുറച്ചായി വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ മാവിൻ്റെ കുഴയ്ക്കുന്ന അതേ രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം. പൂരിയുടെ മാവ് ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കുഴച്ചിട്ടില്ല, കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഉള്ളത്. അധികം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരത്തിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. ഈ പൂരിമാവ് കുഴച്ചു കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, ഇപ്പോൾ തന്നെ പൂരി ഉണ്ടാക്കുകയാണ്. ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് വേണം പൂരി ഉണ്ടാക്കിയെടുക്കാൻ, എന്നാലേ നന്നായിട്ട് പൊങ്ങി വരൂ. ഈ ഓയിൽ നന്നായി തിളച്ച് വരുന്ന സമയം കൊണ്ട് ഈ മാവ് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനി ഇത് കുറച്ച് ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. നിങ്ങൾ കുറച്ച് സമയം മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞ ശേഷം നന്നായിട്ട് മാവ് വീണ്ടും കുഴച്ചെടുത്ത ശേഷം വേണം ഇങ്ങനെ ഉരുളകളാക്കി എടുക്കാൻ. ഇനി ഇത് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കുന്നതിന് വേണ്ടി ഞാനിപ്പം ഗോതമ്പ് പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ സൈഡിലും ഒരേ കനത്തിലാണ് ഇപ്പോൾ പരത്തിയെടുത്തത്. പരത്തിയെടുക്കുമ്പം കറക്റ്റ് പൂരിയുടെ ഷേപ്പായി കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു റൗണ്ടിലുള്ള പാത്രം വെച്ചിട്ട് കറക്റ്റ് സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് പൂരി ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് സമയം എണ്ണയിൽ നിൽക്കരുത്, പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പൂരിയും ഉണ്ടാക്കിയെടുക്കാം. ആദ്യം പൂരി ഇട്ടപ്പം അധികം പൊങ്ങി വന്നിട്ടില്ല. രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ ഇട്ടപ്പോഴാണ് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങിയത്. പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് ബാജിയുടെ കൂടെയാണ്. ഈ ഉരുളക്കിഴങ്ങ് ബാജിയുടെ റെസിപ്പി ഞാൻ തൊട്ടടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്.
എപ്പോഴും പൂരി ഉണ്ടാക്കി അപ്പോൾ തന്നെ ആ ചൂടോടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ക്യാരറ്റ് കയ്യിലുണ്ടെങ്കിൽ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ക്യാരറ്റ് പൂരി ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇനി മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി വരാം. താങ്ക് യു.